Hello everyone, welcome to Brilliant EduTech, the best solution ever. അങ്ങനെ രണ്ടര മാസമായിട്ട് നമ്മൾ മൈക്രോബയോളജിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ഹോൾ ടിക്കറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം എന്നാണ്? എക്സാം 29-ാം തീയതിയാണ് നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ 29 ജൂലൈ മാസം 2024 നമ്മുടെ എക്സാം നടക്കാൻ പോവുകയാണ്. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് എക്സാം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ കേരള PSC പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ വേറൊരു അനൗൺസ്മെൻറ്റും കൂടി. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമിന് മുൻപേ ഒരു എക്സാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നല്ല 2 മോക്ക് ടെസ്റ്റാണ് കേട്ടോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിനകത്ത് കേരള PSCയുടെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും മാച്ച് ദ ഫോളോയിങ്സും 1 വേർഡും ഒക്കെ ഉണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ ദ സിലബസ്, ബേസ്ഡ് ഓൺ ദ വെയിറ്റേജ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. മൈക്രോബയോളജിയിൽ തന്നെ പല പോർഷൻസ് ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്. ഇൻഡസ്ട്രിയൽ ഉണ്ട്, അതുപോലെ മെഡിക്കൽ ഉണ്ട്, ഫുഡ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് മൈക്രോബയോളജിയിൽ തന്നെ പോർഷൻസ് ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസിനെ എല്ലാം വെയിറ്റേജ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടൊന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പലർക്കും ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ എക്സാം എന്ന് പറയുമ്പോൾ. അപ്പോൾ എക്സാമിന് പെട്ടെന്ന് അങ്ങ് എഴുതുമ്പോൾ നിങ്ങൾക്കൊന്ന് ഏതാ എഴുതണ്ടേ, എങ്ങനെ അറ്റൻഡ് ചെയ്യണേ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും നിങ്ങളുടെ സ്ട്രെസ് ലെവലൊക്കെ ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രത്തോളം പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്തോരം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അതിനകത്തുനിന്നും നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾക്ക് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പോർഷൻസ് ആണ് ഇനിയും ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ച് ഒന്നും കൂടെ പഠിച്ചിട്ട് അടുത്ത മോക്ക് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എക്സാമിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച പോർഷൻസ് കൃത്യമായിട്ട് അറിയുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മറക്കാതെ വാട്സപ്പ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ സെഷൻസിനും അതുപോലെ റിവിഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.